ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അവിയൻ്റെ പിറന്നാളാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വേളം അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുള്ള. അപ്പോൾ ഇനി കാണാൻ പോകുന്ന രാവിലത്തെ സീൻസാണ്. അവി ഉറക്കെഴുന്നേൽക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി അവനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുമായിരുന്നു. അവനിന്ന് എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, എനിക്ക് ജോലിക്ക് പോകണം. ഏട്ടൻ ഇന്ന് ലീവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനൊരു പ്ലാൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓഫീസിലോട്ട് പോകാനായിട്ട്. അതുപോലെ അവിയനെ അംഗൻവാടിയിലും ആക്കണം. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ആര്യ ഹാപ്പി ബർത്ത്ഡേ. സൈക്കിൾ എന്തിനാ വാങ്ങിയേ? ഹാപ്പി ബർത്ത്ഡേ ഇന്ന്. അപ്പത്തിന് പറഞ്ഞാൽ ലഡു കൊടുക്കണ്ടേ നമുക്ക്? നമുക്ക് ലഡു കൊടുക്കാം. ലീവ് അച്ഛനും ലീവാണ്, അബദ്ധത്തിൽ ലീവാണ് കേട്ടോ. അയ്യോ നമുക്ക് അവിൻ്റെ മൂന്നാമത്തെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഓഫീസിനടുത്തുള്ള ഒരു അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഓഫീസിലേക്ക് പോകും. അവരെ വീട്ടിലേക്ക് വരും. അവിന് അംഗൻവാടിയിലൊക്കെ പോകാനുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ താഴ്ന്ന നിലയിലായിരുന്നു. നമ്മുടെ സ്റ്റെപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെറൈറ്റി കളർ മീനൊക്കെ ഉണ്ടായിരുന്നു. മയിൽ വേള അമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങുകയാണ്. അതിനുശേഷം എന്നെ ഓഫീസിൻ്റെ അടുത്താക്കി. അപ്പോൾ ആ സൈഡിലായിട്ടൊരു ബേക്കറിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ലഡുവൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പം ഞാൻ പോയതിന് ശേഷം ഇവർ ബേക്കറിയിൽ പോയി ലഡുവൊക്കെ വാങ്ങിക്കുകയാണ്. അവി നല്ല ഹാപ്പിയാണ്. കാരണം അവൻ്റെ പിറന്നാളൊക്കെ ആയതുകൊണ്ട് അവന് കേക്ക് വാങ്ങണം, അതിനൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ബിരിയാണി വെക്കാനുള്ള അരിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അവർ നേരെ അംഗൻവാടിയിലോട്ടാണ് പോയത്. അംഗൻവാടിയിൽ ഇതേ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നല്ലോ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അമ്മമാരുടെയൊക്കെ വീട്ടിലൊക്കെ നിൽക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തോളമായിട്ട് അംഗൻവാടിയിലേക്ക് വരുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് അവനെ അംഗൻവാടിയിലോട്ടാക്കിയത്. അവരോട് പറ. അച്ഛനും അമ്മമ്മയും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ അംഗൻവാടിയിൽ ഇരുന്നില്ല. അങ്ങനെ തിരിച്ചു പോവുകയാണ്. അവന് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോമിയോ ഡിസ്പെൻസറിയിൽ ആണ് കാണിക്കാറ്. പോകുന്ന വഴിക്ക് അവരെ ഹോമിയോ ഡിസ്പെൻസറിയിൽ പോയിട്ട് അതും കൂടി കാണിച്ചിട്ട് ആണ് വീട്ടിലേക്ക് പോയത്. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ ബിരിയാണി ആക്കാനുള്ള കുറച്ച് പരിപാടി തയ്യാറെടുപ്പുകളൊക്കെയാണ്. ചിക്കനൊക്കെ വാങ്ങിച്ചത് കഴുകി വൃത്തിയാക്കിയിട്ട് റെഡിയാക്കാണ്. വലിയ ആഘോഷമായിട്ടൊന്നും നടത്തുന്നില്ല. ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രം. ബർത്ത്ഡേ March 30 ആയതുകൊണ്ട് എൻ്റെ ഒരു സാലറിയും വന്നിട്ടില്ല. അച്ഛനും അപ്പത്തിനും കഞ്ഞിയായിരുന്നു. കഞ്ഞി മുട്ട. നമുക്ക് വീഡിയോ കോൾ ചെയ്യണം. അമ്മേനെ വീഡിയോ കോൾ ചെയ്യണം. ചെയ്യണ്ട. കേക്ക് കൊടുക്കണ്ടേ രാത്രി? നമുക്ക് കേക്ക് കൊടുക്കണ്ടേ? ഇതാ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ലേറ്റായി ഞാനും എത്താനായിട്ട്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ്.
അവൻ്റെ ഫേവറേറ്റ് കളറാണ് പച്ചയും മഞ്ഞയും. പണ്ടേ അവൻ പച്ച മഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഞങ്ങൾ പച്ച മഞ്ഞ കളറാണ് അവന് തീമായിട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവന് അച്ഛൻ്റെ ഓട്ടോൻ്റെ ഒരു തീമിലുള്ളൊരു കേക്കായിരുന്നു. പച്ച കളർ ഓട്ടോ അവന് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു, അച്ഛൻ്റെ ഓട്ടോ ആയതുകൊണ്ട് തന്നെ. ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പച്ച മഞ്ഞ തീം. അവന് സൈക്കിൾ വാങ്ങിച്ചപ്പോൾ വരെ പച്ച കളറാണ് വാങ്ങിച്ചത്. പിന്നെ അവന് ഫുഡ് കഴിക്കുന്ന പ്ലേറ്റും ഗ്ലാസും ഒക്കെ പച്ച കളർ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കസിൻസൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീവോ ഒവിയുവിന് സമ്മാനമൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അവനത് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി ചായക്കപ്പും അതിൻ്റെ സ്പൂണും ചെറിയൊരു പ്ലേറ്റൊക്കെ ആയിട്ട് നല്ലൊരു ക്യൂട്ട് ഗിഫ്റ്റായിരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday. അല്ല വിദ്യ റിച്ചൂട്ടി കൂട് കേക്കിന് അന്ന ഇഷ്ടമല്ല. കേക്കിന് അത്ര വലിയ ഇതല്ല. അഭിയുടെ ഫോട്ടോ എടുത്ത് വാങ്ങല്ലേ അമ്മ അച്ഛനും അത് മെന്നുനി മെന്നുനി അവന്